2020 മാർച്ച് 14 ശനിയാഴ്ച പെട്രോൾ വിലയെ സംബന്ധിച്ചുള്ള ഒരു മഹത്തായ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ട ദിവസം. ഇതുവരെ മറ്റൊരു രാജ്യവും പറയാത്ത രീതിയിൽ പെട്രോൾ വില വർധനവിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അന്നായിരുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നിന്ന്, അത് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നത്. കേട്ടവർ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട് ചിന്തിച്ചു നോക്കിയപ്പോൾ എത്ര മഹത്തരമായ വാക്കുകളാണ് അതെന്ന് ബോധ്യമാവുകയായിരുന്നു. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിൻ്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇന്നിപ്പോൾ തിരുവി എത്രയാണ് കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല. പിന്നെ ഈ പണം ആരും വീട്ടുകൊണ്ടുപോകല്ലോ. കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു, വലിയ വെട്ടിപ്പ് നടന്നിരുന്നു. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചു കുട്ടികളോട് പോലും മക്കളെ ഇതാരുടെ ശബ്ദമാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ശബ്ദമാണെന്ന്. ഒരുപക്ഷെ അവർ അങ്ങനെ പറയുന്നത് ആ ശബ്ദം തിരിച്ചറിഞ്ഞൊന്നും ആയിരിക്കില്ല. ആ ശബ്ദത്തിൽ പറയുന്ന വിചിത്രമായ സിദ്ധാന്തം തിരിച്ചറിഞ്ഞായിരിക്കും അവരത് പറയുക. കാരണം ഇന്ധനവിലയെ ന്യായീകരിക്കാൻ ഇത്രത്തോളം ജനകീയമായ ഒരു സിദ്ധാന്തം മറ്റൊരു രാജ്യക്കാരും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും അതോടുകൂടിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു കേന്ദ്രമന്ത്രിയാകാൻ കേരളത്തിൽ നിന്ന് യോഗ്യൻ താനാണ് എന്ന്, അങ്ങനെ പറഞ്ഞാലും പോരാ, താൻ മാത്രമാണ് എന്ന് തെളിയിച്ചത്. ഇപ്പോഴെന്താ പെട്ടെന്ന് മുരളീധരനെക്കുറിച്ച് ഓർമ്മ വന്നത് എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് ശശി തരൂർ ഒരു മുട്ടൻ പണി കൊടുത്തതുപോലെ നമ്മുടെ വി മുരളീധരൻ BJPക്ക് ഒരു ഒന്നൊന്നര പണി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ആ പണിക്ക് കൂലിയും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു 10-12 BJP പ്രവർത്തകരാണ് കോൺഗ്രസ്സായി മാറിയത്. തീർന്നില്ല, ഇനിയും BJP നേതാക്കൾ ഉൾപ്പെടെ BJPയെ ഉപേക്ഷിക്കുമെന്നാണ് സൂചനകൾ. സംസ്ഥാന BJPയെ കയ്യിലൊതുക്കാൻ വേണ്ടി സംഘടനയ്ക്കുള്ളിൽ സാമുദായിക രാഷ്ട്രീയം കളിക്കാൻ പുള്ളിക്കാരൻ ശ്രമിച്ചതാണ് തിരുവനന്തപുരത്തെ BJPയെ തകർത്തു തരിപ്പണമാക്കിയതെന്നാണ് തലസ്ഥാനത്തെ തന്നെ BJPയുമായി അടുപ്പമുള്ളവർ തെളിവുകൾ സഹിതം സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ BJPക്കുള്ളിൽ എന്താണ് സംഭവിച്ചത്? അതിനു മുൻപ് ആദ്യം ഒരു കാര്യം നമ്മൾ അറിയണം. ഇതുവരെ ചക്കരയും ഈച്ചയുമായി നടന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ ഇപ്പോൾ ആ പഴയ അടുപ്പമില്ല. ആ പഴയ അടുപ്പമില്ല എന്നുള്ളത് മാത്രമല്ല, കെ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി താനോ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ആളെയോ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് വി മുരളീധരൻ്റെ ആഗ്രഹമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വി മുരളീധരനും അദ്ദേഹത്തോട് എന്നും അകന്നു നിന്നിട്ടുള്ള MD രമേശും തമ്മിൽ ചർച്ചകൾ നടത്തിയെന്നും പറയപ്പെടുന്നു. എന്നാൽ താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞാൽ പകരം മറ്റൊരാൾക്ക്, അതായത് വി മുരളീധരനുമായി അത്ര അടുപ്പമില്ലാത്ത ഒരാൾക്ക് അധ്യക്ഷ പദവി കൈമാറണമെന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ ആഗ്രഹം. സംശയിക്കേണ്ട, ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതിനിടയിലാണ് വി മുരളീധരനെക്കുറിച്ച് പുതിയൊരു ആരോപണം എത്തുന്നത്. അതായത് BJP പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ എളുപ്പത്തിനായി തിരുവനന്തപുരം ജില്ലയെ 3 സംഘടനാ ജില്ലകളാക്കി വിഭജിച്ചിരിക്കുകയാണ്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം വടക്കൻ ജില്ല, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം എന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം സിറ്റി ജില്ല, അരുവിക്കര, പാറശാല, കാട്ടാക്കട, നെയ്യാറ്റിക്കര, കോവളം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം തെക്കൻ ജില്ല എന്നിവയാണ് ഈ വിഭജിക്കപ്പെട്ട ജില്ലകൾ. ഇതിനാദ്യം പറഞ്ഞ തിരുവനന്തപുരം വടക്കൻ ജില്ല പൂർണ്ണമായും ആറ്റിങ്ങൽ ലോക്സഭയുടെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടവയാണ്. അതായത് ഈ കഴിഞ്ഞ തവണ വി മുരളീധരൻ മത്സരിച്ച ഇടം. ഈ പ്രദേശത്തെ മണ്ഡലം സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളാണ് പാർട്ടി വിട്ടു പോകുന്നതും പോകാൻ തയ്യാറെടുക്കുന്നതും. അതിന് കാരണം 2-3 ദിവസം മുൻപ് നടന്ന സംഘടനാ ജില്ലകളുടെ അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നോർത്ത് ജില്ല, അതായത് ഈ വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ്, അതാണ് വിഷയം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജനാധിപത്യ രീതിയിലല്ല ഇവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതെന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതായത് സാധാരണ BJP പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ പ്രതീക്ഷകൾക്കോ യാതൊരു വിലയും നൽകാതെയാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ആരോപണം.
മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് BJP പ്രവർത്തകർക്ക് സുപരിചിതനായ ഒരു BJP നേതാവിനെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. ആ വ്യക്തി വെറും വ്യക്തിയെന്ന് പറഞ്ഞാൽ പോരാ, കുട്ടിക്കാലം മുതൽ തന്നെ സംഘപ്രവർത്തകനായി, വിദ്യാർത്ഥികാലത്ത് ABVP പ്രവർത്തകനായി, യുവമോർച്ച പ്രവർത്തകനായി, അങ്ങനെ BJPയുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ മാറ്റി നിർത്തി V. മുരളീധരൻ്റെ നോമിനിക്ക് തിരുവനന്തപുരം വടക്കൻ ജില്ലാ പ്രസിഡന്റ് പദവി നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളും എത്തിക്കഴിഞ്ഞു. കൂടുതൽ വോട്ട് കിട്ടിയിട്ടും പിന്നിലേക്ക് തള്ളിപ്പോയ വ്യക്തി തന്നെ വിശദീകരണ പോസ്റ്റുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്തുകൊണ്ട് BJP പ്രവർത്തകർക്കിടയിൽ ജനകീയനായ വ്യക്തിയെ മാറ്റി നിർത്തി പുതിയ ഒരാൾ ജില്ലാ പ്രസിഡന്റായി രംഗത്തെത്തി? സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണിത്. നമ്മൾ ഈ പുതിയ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഈ പറയുന്ന പുതിയ പ്രസിഡന്റ് ആവുന്നതിന് 2 ദിവസം മുൻപാണ് സജീവ അംഗത്വം എടുത്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് പ്രസിഡന്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് സജീവ അംഗത്വം എടുത്തതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ പ്രസിഡന്റിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾക്ക് കീഴെ സാധാരണ BJP പ്രവർത്തകർ എത്തി അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പലരും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച സാമുദായിക ധ്രുവീകരണം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതിനിടയിൽ ചിലർ എടുത്തു പറയുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റാണോ അതോ BDJSന്റെ ജില്ലാ പ്രസിഡന്റാണോ എന്ന സംശയമാണ്. ജനകീയരായവരും കൂടുതൽ വോട്ട് കിട്ടിയവരുമൊക്കെ പുറത്തുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള സംശയമാണ് പലരും പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും സാമുദായിക ധ്രുവീകരണം ഈ കാര്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെ ഏവരും കരുതുന്നു. മാത്രമല്ല മറ്റു ചില സംഗതികൾ കൂടി ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെയോ ബൂത്തിൻ്റെയോ ചുമതല വഹിക്കുന്നവർ കുറഞ്ഞത് 50 മെമ്പർഷിപ്പെങ്കിലും ചേർത്ത് സജീവ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ളതാണ് BJPയിലെ രീതി. എന്നാൽ ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലെന്നാണ് സജീവ BJP പ്രവർത്തകരുടെ പരാതി. ഇക്കാര്യങ്ങൾ പല BJP പ്രവർത്തകരും പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ BJPയുടെ വനിതാമുഖം ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത്. വലിയ മുന്നേറ്റമാണ് ആ സമയത്ത് BJP കാഴ്ചവെച്ചത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP നേടിയത് 90,528 വോട്ടുകളാണ്. അതിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2,48,081 ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. സ്വാഭാവികമായും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമെന്നും അങ്ങനെയാണെങ്കിൽ മണ്ഡലം BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും BJP പ്രവർത്തകർ വിശ്വസിച്ചു. എന്നാൽ 2024 ആറ്റിങ്ങൽ മണ്ഡലം തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടെത്തിയത് കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരനായിരുന്നു. പ്രവർത്തകർ ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ് വാദിച്ചതെങ്കിലും തൻ്റെ പിടിപാടും സ്വാധീനവും കൊണ്ട് മുരളീധരൻ ആറ്റിങ്ങലിൽ സീറ്റ് വാങ്ങിച്ചു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ കൊളുത്തിവച്ച തീ കെടാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വോട്ടുകൾ നേടാൻ V. മുരളീധരനും കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ പ്രഖ്യാപിച്ചപ്പോൾ മുരളീധരനും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയും ന്യൂനപക്ഷ പ്രതിനിധിയായി ജോർജ് കുര്യനുമാണ് കേന്ദ്രമന്ത്രിമാരായത്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തോട് അനുകൂലമായ സമീപനമാണ് BJP സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചത്. ഇതോടെയാണ് ഫലത്തിൽ BJPയിലെ ഒരേ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന V. മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും തമ്മിൽ തെറ്റുന്നതും അകലുന്നതും. ഇതിനുശേഷമാണ് V. മുരളീധരൻ്റെ ഇടപെടലുകൾ തിരുവനന്തപുരം ജില്ലയിൽ സജീവമായത്. പ്രധാനമായും V. മുരളീധരനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം അദ്ദേഹം സാമുദായിക ഇടപെടലുകൾ ശക്തമാക്കിക്കൊണ്ടാണ് BJPയിൽ മേധാവിത്വം പുലർത്താൻ നോക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം നോർത്ത് ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തതും സാമുദായിക അടിസ്ഥാനത്തിലാണെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം മുൻഗണന നൽകിക്കൊണ്ട് BJPയുടെ പേരിൽ ഇടപെടലുകൾ നടത്തി പാർട്ടിയിൽ തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മുരളീധരൻ നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് പലരും പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ 3 സംഘടനാ ജില്ലകളാക്കി BJP വിഭജിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ വടക്കൻ സംഘടനാ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഈ സംഘടനാ ജില്ലയിലെ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തിക്ക്, അതായത് നമ്മൾ പറഞ്ഞ ജില്ലാ പ്രസിഡന്റിന്, മുരളീധരൻ്റെ അടുപ്പക്കാരൻ എന്നതിലുപരി മറ്റെന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്നാണ് രാജിവെച്ചവർ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരന് ലഭിച്ച വോട്ടുകൾ വളരെ കുറവായിരുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിൽ പോലും ആത്മാർത്ഥമായി പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ മുരളീധരന്റെ ഇടപെടലോടെ BJPയുടെ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് സാധാരണക്കാരായ BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും അനധികൃതമായ ഇടപെടലോടെ പലരും പാർട്ടി ഉപേക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല മണ്ഡലം പ്രസിഡന്റുമാരും പാർട്ടി വിടാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല NSS ഉൾപ്പെടെയുള്ള ജാതി സംഘടനകളുടെ എതിർപ്പും ഇക്കാര്യങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ഞാൻ ഇക്കാര്യങ്ങളൊക്കെ കവിടി നിരത്തി ഗണിച്ചു പറയുന്നതല്ല. തിരുവനന്തപുരം വടക്കൻ ജില്ലാ പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പ്രസംഗിച്ച ചിത്രം വി മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിന് കീഴെ വരുന്ന കമന്റുകൾ എടുത്തു നോക്കിയാൽ ഇക്കാര്യങ്ങളെല്ലാം ആർക്കും മനസ്സിലാകും. മാത്രമല്ല കഴിഞ്ഞ ദിവസം BJP വിട്ടവർ അവരുടെ അഭിപ്രായങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി മാത്രം പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തി എന്നാണ് BJPയിൽ തന്നെയുള്ള പലരും വി മുരളീധരനെ വിശേഷിപ്പിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുരളീധരൻ നടത്തുന്നതായും ചില കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അത് ശരിയാണെങ്കിൽ വരുന്ന യുവമോർച്ച സംഘടനാ തെരഞ്ഞെടുപ്പിലും ABVP സംഘടനാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മിക്കവാറും മുരളീധരനെ കാണാൻ കഴിയുമെന്നാണ് ഉയരുന്ന പരിഹാസം. എന്തായാലും ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന BJPക്ക് 8ന്റെ പണി തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.